അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നത്തെ ഞങ്ങളുടെ വിഷയ തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ചായിട്ട് വളരെ പ്രതിഫലമുള്ള ഒരു സുന്നത്ത് നിസ്കാരമായിട്ട് തസ്ബീഹ് നിസ്കാരം. ഇതിലേക്ക് ഒരു പ്രത്യേക സമയം ഇല്ല, ഏത് നേരത്തും നിസ്കരിക്കാം. മുത്തലക്ക് സുന്നത്ത് നിസ്കാരം ആയിട്ട് ഇതൊക്കെ ചൊല്ലേ. അപ്പൊ ഏത് നേരത്ത് നിസ്കരിക്കാൻ ചൊന്നെങ്കിൽ ഈ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കോ തീരാത്ത ടൈമുണ്ട്. അതായത് അസർ നിസ്കരിച്ചാൽ പിന്നെ മഗ്രിബ് തോലം, സുബൈ നിസ്കരിച്ചിട്ട് സൂര്യ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റ് തോലം, പിന്നെ ളുഹുർ ബാങ്ക് തെല്ല് മുന്നോളും വെള്ളിയാഴ്ച പുട്ടിട്ടു. ഈ നേരങ്ങളിൽ എല്ലാ നിസ്കാരമല്ല, ചില നിസ്കാരങ്ങൾ നിസ്കരിക്കോ തീര. മുത്തലക്ക് സുന്നത്ത് നിസ്കാരമല്ല നിസ്കരിക്കോ തീര. അപ്പൊ ആ നേരത്ത് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കത്തീറ. ബാക്കി ഏത് നേരത്തും നിസ്കരിക്കാം. പോൽമനം നിസ്കരിക്കാം, ജാവും നിസ്കരിക്കാം, ഓരോ നാലുകും നിസ്കരിക്കാം. ഇനി അത് തീരില്ലെങ്കിൽ വാർത്ത് കൊടുക്കാം, അത് തീരില്ലെങ്കിൽ തിങ്ങൽ കൊടുക്കാം, അത് തീരില്ലെങ്കിൽ വർഷത്തിലൊരുക്കാം, ആയുസിലൊരുക്കെങ്കിലും ഇത് നിസ്കരിക്കാണ്ടിരിക്കുക തീരാൻ വലിയ മഹത്വമുള്ള ഒരു നിസ്കാരമായിട്ടിരിക്കുന്നത് തസ്ബീഹ് നിസ്കാരം. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചൊന്നത് ഒരുപാട് റിവായത്തിൽ ഇത് വന്നത് കൊണ്ട് ആ ഹദീസുകളൊക്കെ ഹസനിന്റെ സ്ഥാനത്തായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇതിലെ മഹത്വം മനസ്സിലാക്കിയവൻ പിന്നെ അതിനെ ഉപേക്ഷിക്കൂ. ആറ് ദീനിലെ വലിയ പരിഗണിക്കാത്തവൻ അവൻ മാത്രമേ ഇത് ഉപേക്ഷിക്കൂ എന്നല്ലാണ്ട് ഇതിലെ മഹത്വം മനസ്സിലാക്കിയവൻ ഉപേക്ഷിക്കല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് ചൊന്നത്. ഇനി ഈ സുന്നത്ത് നിസ്കാരം, തസ്ബീഹ് സുന്നത്ത് നിസ്കാരം എങ്ങനെ നിസ്കരിക്കലേ? തസ്ബീഹ് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലാക്ക് വേണ്ടി നാം നിസ്കരിക്കുക. പോൽമന നിസ്കരിക്കണമെങ്കിൽ 4 റക്കാത്ത് ഒട്ടായിട്ട് നിസ്കരിക്കാം. ജാമന നിസ്കരിക്കണമെങ്കിൽ 2 റക്കാത്തായിട്ട് നിസ്കരിക്കാം. വേണമെങ്കിൽ പോൽമന വേണമെങ്കിൽ 2 നിസ്കരിക്കാൻ, ജാവ് വേണമെങ്കിലും 4 നിസ്കരിക്കാം. ടോട്ടൽ ഇത് 4 റക്കാത്താവും. നല്ലത് പോൽമനാൻ കണ്ടെങ്കിൽ ളുഹുർ നിസ്കരിക്കുമ്പോൾ 4 റക്കാത്ത് നിസ്കരിക്കാം. ജാമനാൻ കണ്ടെങ്കിൽ 2 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്കാത്ത് നിസ്കരിക്കാം. ഇതിൽ ഓതേണ്ട സൂറത്തുകൾ ഒന്നാമത്തേത് റക്കാത്തിൽ അൽഹാകുമു തകാസുറു, രണ്ടാമത്തേതിൽ വൽ അസ്രി, മൂന്നാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നാലാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ 4 സൂറത്ത് 4 റക്കാത്തിൽ. പിന്നെ ഇതിൽ ചൊല്ലേണ്ട തസ്ബീഹ് ഒരു റക്കാത്തിൽ 75 തസ്ബീഹെ പോലെ 4 റക്കാത്തിൽ 300 തസ്ബീഹ് ആവണം. എവിടെയായിട്ട് ഈ തസ്ബീഹ് ചൊല്ലേണ്ടത്? ഈ തസ്ബീഹ് ചൊല്ലാനായത് ഞങ്ങൾ ഫസ്റ്റ് നീയത്ത് വെച്ച് കൈകെട്ടി വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, 15 വട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം ജാസ്തി ആക്കണം കാക്കാം. 15 തസ്ബീഹ് ചൊല്ലണം. ഇതേ തസ്ബീഹ് റുകൂക്ക് പോയിട്ട് റുകൂൽ എപ്പോഴും ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അളീം ഉണ്ടല്ലോ, അത് ചൊന്നിട്ട് ഇതിലെ 10 വട്ടം സമിഅല്ലാഹു ലിമൻ ഹമിദ എണീച്ചതിൻ്റെ റബ്ബനാ ലക്കൽ ഹംദ് ചൊന്നിട്ട് അതല്ല ആയൽ പിന്നെ ഇത് 10. സുജൂദുക്ക് പോയിട്ട് സുജൂദിൽ എപ്പോഴും ചൊല്ല തസ്ബീഹ് ചൊന്നിട്ട് ഇത് 10. ഈ തസ്ബീഹ് 10 ചൊല്ലണം. സുജൂദിലെ പിന്നെ ദിക്റല്ലേ ഇടയിൽ, അപ്പോൾ റബ്ബിഗ്ഫിർലീൻ ചൊല്ല ആ ദിക്ർ ചൊന്നിട്ട് ഇത് 10 ചൊല്ലണം. രണ്ടാമത്തെ സുജൂദിക്ക് പോയിട്ട് അവിടെ ചൊല്ലേണ്ട ദിക്ർ ചൊന്നിട്ട് ഇത് 10 ചൊല്ലണം. രണ്ടാമത്തെ സുജൂദിലെ എണീക്കുമ്പോൾ ദയിക്കണം, അല്ലാഹു അക്ബർ ചൊന്നിട്ട് ദയിക്കണം. ദച്ചിട്ട് 10 തസ്ബീഹ് ചൊല്ലണം. ഇപ്പം 75 തസ്ബീഹ് എത്തും. അതിൽ പിന്നത്തെ റക്കാത്ത് അവൻ എണീക്കുമ്പോഴത്തേക്ക് മുണ്ടാണ്ട് എണിച്ചെങ്കിൽ ചൊന്നെങ്കിൽ രണ്ടാമത്തെ സുജൂദിൽ എണീക്കുമ്പോൾ അല്ലാഹു അക്ബർ ചൊന്ന് ദച്ച അവിടെ എണീക്കുമ്പോഴത്തേക്ക് തക്ബീർ ചൊല്ലക്കില്ല. അപ്പം എത്ര എത്ത്? ഒരു റക്കാത്തിൽ തന്നെ 75 തസ്ബീഹ് എത്തും. എന്നിട്ട് ബാക്കി പിന്നത്തെ റക്കാത്തും ഇതേപോലെ. പക്ഷേ രണ്ടാമത്തെ റക്കാത്തിൽ ഏതുകൊണ്ട് അത്തഹിയാത്ത് ഉണ്ട്. അത്തഹിയാത്തിലൂടെ മാത്രം ഫസ്റ്റ് തസ്ബീഹ് ചൊല്ലണം, പിന്നെ അത്തഹിയാത്ത് ഓതണം. ബാക്കി ഈ ചൊന്ന എല്ലാ പക്കത്തിലും ഞങ്ങൾ നോക്കൊരു ഫാത്തിഹ ഓതി സൂറത്ത് ഓതിട്ട് ഈ തസ്ബീഹ് ചൊല്ലി റുക്കൂ പോയിട്ട് റുക്കൂൽ സുബ്ഹാന റബ്ബിയൽ അളീം അഭിയന്തി ചൊല്ലേണ്ടത് അത് എത്ര വട്ടം, 3 വട്ടമോ 3 വട്ടമോ എത്ര ഇഷ്ടമുണ്ട് അത്ര ചൊല്ല. അത് ചൊന്നിട്ടായിട്ട് ഇത് 10. സുജൂദിൽ എപ്പോഴും ചൊല്ല തസ്ബീഹ് ചൊന്നിട്ട് 10. ഇങ്ങനെയായിട്ട് ഓരോ റക്കാത്തിൽ ചൊല്ലേണ്ടത്. അത്തഹിയാത്തിലൂടെ ഫസ്റ്റ് ഈ തസ്ബീഹ് ചൊന്നിട്ട് പിന്നെ അത്തഹിയാത്ത് ഓതണം. ഇങ്ങനെ 4 റക്കാത്ത് നിസ്കരിക്കുമ്പോൾ 300 തസ്ബീഹ്.
ഇനി ഏതെങ്കിലും ഒരു ജാഗിൽ തസ്ബീ മറന്നു പോയെങ്കിൽ എന്താക്കണോ? അത് റിട്ടേൺ ആ തസ്ബീ ചൊല്ലുക പോവണ്ട, റിട്ടേൺ അതേ ഫർളുക്ക് പോകണ്ട. ഉദാഹരണക്ക് റുക്കൂലൊരുത്തം മറന്നിട്ട് വെക്കാം, സമീ അല്ലാഹു ലിമൻ ഹമിദ ചൊന്നിട്ടേ തൊപ്പോണക്ക് നെനപ്പോടെ ഞാനവിടെ 10 തസ്ബീ ചൊന്നിട്ടില്ല. എന്നാൽ ആ 10 തസ്ബീയുടെ സുജൂദിലോണ് പൂർത്തിയാക്കിയെങ്കിൽ പിന്നത്തെ സുജൂദിൽ 20 തസ്ബീ ചൊല്ലണം. അപ്പോൾ ഒരു പക്കം മറന്നെങ്കിൽ പിന്നെ ഒരു പക്കം അതിൽ പൂർത്തിയാക്കണം. അതിൽ പൂർത്തിയാക്കുമ്പോൾ ഇവിടെ റബ്ബനാ ലക്കൽ ഹംദ് ചൊന്നിട്ട് ഇഅ്തിദാലിൽ 10 ചൊല്ലല്ലേ, അവിടെ 20 ചൊന്നെങ്കിൽ ആവില്ലേ, അവിടെ ചൊല്ലത്തീറ. എന്തേ കേട്ടെങ്കിൽ അതൊരു ചെറിയ ഫർളായിട്ടിരിക്കണം. അതുപോലെ ഈ സുജൂദിന് മിഡിലിൽ ദയിക്കറല്ലേ, 2 സുജൂദിന് നടുക്കൊക്കെ ദയിക്കറല്ലേ, ഈ പ്ലേസിലും 10 ചൊല്ലണം. മുന്നോട്ട് മറന്നത് അവിടെ വർത്തിയാക്കത്തീന. ഇവിടെ റബ്ബനാ ലക്കൽ ഹംദ് ചൊന്ന ഇഅ്തിദാലിന്റെ അവിടെയും 10 ചൊല്ലണം. മുന്നോട്ട് മറന്നു പോയതിൽ അവിടെ വർത്തിയാക്കത്തീറ, പിന്നത്തേതിൽ വർത്തിയാക്കണം. കാരണം ഇത് 2 കസീറായ ഫർള് ചൊല്ല്, ചെറിയ ഫർള് ചൊല്ല്, അതുകൊണ്ടിട്ട് ആ പ്ലേസിൽ വർത്തിയാക്കണ്ട, അതിന് പിന്നത്തേൽ വർത്തിയാക്കി കഴിയും. അപ്പോൾ ഒരു പക്കം മറന്നെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഫാത്തിയ ഓതി സൂറത്ത് ഓതിട്ട് നെനപ്പില്ലാണ്ട് ഒന്ന് റുക്കൂ പോയാൽ, അപ്പൊ റുക്കൂല് ചൊല്ലേണ്ട 10 ചൊല്ലണം, ഫാത്തിയ ഓതിൽ പിന്നെ ചൊല്ലേണ്ട 15 അവിടെ വർത്തിയാക്കണം. റുക്കൂൽ മറന്ന് എന്നാൽ ഈത്തിദാലിൽ പൂർത്തിയാക്കണ്ട, പിന്നത്തെ ഫസ്റ്റ് സുജൂദിൽ പൂർത്തിയാക്കി കഴിയും. സുജൂദുൽ മറന്ന് എന്നാൽ റബ്ബിഗഫിർലി ചൊന്നിട്ട് അവിടെ ദയിക്കറല്ല, അവിടെ അതിനെ അവിടെ 10 ചൊന്നിട്ട് പിന്നത്തെ സുജൂദിൽ മുന്നത്തെ സുജൂദിലെ 10 വർത്തിയാക്കിയെങ്കിൽ ആയിട്ട്. ഇങ്ങനെ ആയിട്ടേക്ക് അത് ചെയ്യേണ്ടത്. എന്നല്ലാണ്ട് ഇപ്പം ഞങ്ങൾ ഫാത്തിയ ഓതിട്ട് തസ്ബീ മറന്നു പോയിട്ട് ഞങ്ങൾ റുക്കൂക്ക് പോയാൽ, എന്നാൽ ഇനി 2ാമത് വന്നിട്ട് ഞങ്ങൾ എന്താക്കണ്ട, ഫാത്തിയ ഓതിരോടെ പോലെ നിന്നിട്ട് 15 തസ്ബീ ചൊന്നിട്ട് പിന്നർക്ക് റുക്കൂ പോകണ്ടേ, അങ്ങനെ ആക്കെ പോകണ്ട. അപ്പൊ പിന്നത്തേലത് വർത്തിയാക്കി കഴിയും. ഒരു റക്കായത്തിൽ എത്ര 75 തസ്ബീ, 4 റക്കായത്തും നിസ്കരിക്കുമ്പോൾ 300 തസ്ബീ ആയിട്ട്. ಇದರ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി കൊടുത്ത ഹദീസിന്റെ എന്തായിട്ടിക്കത്, എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തന്നെ എനിക്കൊരു നിസ്കാരം. നിങ്ങളെ ആയുസിൽ ഇത് 4 കൊറുക്ക നിസ്കരിക്കുക, അല്ലെങ്കിൽ വാർത്ത് കൊറുക്കുക, അതും തീരില്ലെങ്കിൽ തിങ്കൾ കൊറുക്കുക, അതും തീരില്ല വർഷത്തിലൊരുക്കുക, ജീവിതത്തിലെങ്കിലും ഇത് നിസ്കരിക്കാണ്ടിക്കോത്തി. അപ്പൊ ഇതിന്റെ മഹത്വം മൊത്തം മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഇത് ദീനിടത്തിൽ ഗൗനിക്കടവും ബഹുമാനിക്കടവും ഈ നിസ്കാരത്തെ ബുടല എന്നായിട്ടിക്കട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വിവരിച്ചത്. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠമുള്ള മഹത്വമുള്ള ഒരു നിസ്കാരമായിട്ടിക്കട് തസ്ബീഹ് നിസ്കാരം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാം സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.